ഹലോ, ഉണ്ട് ഞാൻ കൊടുത്തേക്കല്ലേ. ഓ, കണക്കാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ അവ്യക്തതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾക്കെതിരെ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് KSUവിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. MSFൻ്റെയൊക്കെ പ്രതിഷേധം പല മേഖലകളിലും സംഘർഷഭരിതമായി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ KSUവും സമാനമായി തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധം നടത്തുന്നു. KSUവിൻ സംസ്ഥാന പ്രസിഡന്റ് അടക്കം നിരാഹാരം കിടക്കുന്ന സാഹചര്യമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും നിരാഹാര സമരത്തിലാണ്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയും നിരാഹാരത്തിലാണ്. ഇവിടെയാണ് KSU പ്രവർത്തകർ വലിയ മാർച്ചായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇപ്പോൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. നമുക്ക് കോളേജുകളിൽ രാഷ്ട്രീയ അതിപ്രസരമാണെന്നതിന്റെ തെളിവാണ് പൂക്കോട് സർവകലാശാലയിൽ കണ്ടതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ. നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിച്ചില്ലെങ്കിൽ കലാലയങ്ങൾ കലാപഭൂമിയാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതിര് കടന്നു പോകും. കാരണം ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു. കേരളത്തിൽ നമുക്കെടുത്തതായാലും തരത്തില്ല. ഇവിടെ കോളേജുകളിലുള്ള രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം അതിര് കടന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഈയിടെ കണ്ടത്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആൾ ആരായാലും അതിന് നിയന്ത്രിച്ചില്ല എങ്കിൽ കേരള രാഷ്ട്രീയം മാത്രമല്ല കലാലയങ്ങൾ കലാപ കേന്ദ്രങ്ങളായി മാറുകയും രക്ഷകർത്താക്കളെ സംബന്ധിച്ചുള്ള ദുഃഖങ്ങൾ അവർക്കുണ്ടാകുന്നു. മാത്രമല്ല ഇതൊക്കെല്ലാം ഈ ചരസും മയക്കുമരുന്നും ഒക്കെ അടിമപ്പെട്ട ഇതൊക്കെ കാണുന്നുണ്ട്. ഇന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം പൂർത്തിയായില്ല. 1-ാം തീയതി നൽകേണ്ട ശമ്പളം 40% പേർക്ക് മാത്രമാണ് ഇതുവരെ ലഭിച്ചതെന്നാണ് സമരം നടത്തുന്ന സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത്. ശമ്പള വിതരണം പൂർണ്ണതോതിലാകാൻ 3 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് ധനവകുപ്പും വ്യക്തമാക്കും. ശമ്പള വിതരണത്തിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇന്നും പൂർണ്ണമായും ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. 40% പേർക്ക് മാത്രമാണ് ഇതുവരെ ശമ്പളം ലഭിച്ചതെന്നാണ് ഈ സമരക്കാരുടെ പ്രതിപക്ഷ സംഘടനകളുടെ നിലപാട്. 1-ാം തീയതി ശമ്പളം ലഭിക്കേണ്ട സെക്രട്ടറി ജീവനക്കാർക്ക്, പോലീസ്, എക്സൈസ്, റവന്യൂ ജീവനക്കാർക്കുമാണ് പ്രതിസന്ധി തീർന്നെന്ന് സർക്കാർ പറയുമ്പോഴും ഇതിൽ തന്നെ എല്ലാവർക്കും ശമ്പളം കിട്ടിയിട്ടില്ല. 2-ാം പ്രവൃത്തിദിനം ശമ്പളം അനുവദിക്കേണ്ട അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് ശമ്പളം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതും എല്ലാവർക്കും ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആദ്യ 2 പ്രവൃത്തിദിനത്തെ ശമ്പള വിതരണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ് ധനവകുപ്പ്. 3 ദിവസമെങ്കിലും എടുക്കും ഈ പൂർണ്ണമായും ശമ്പളം വിതരണം ചെയ്ത് തീരാനെന്ന നിലപാടാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നിലപാടാണ് ഇപ്പോൾ ധനവകുപ്പും എടുക്കുന്നത്. ഏതായാലും ഈ സമരം സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സമരം ഇപ്പോഴും തുടരുകയാണ്. എന്താണ് എത്രത്തോളം ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്നലെ വരെ 40% പേർക്കാണ് സെക്രട്ടേറിയറ്റിൽ കൊടുത്തത്. ഇന്നിപ്പോൾ ധനകാര്യ വകുപ്പിലും നിയമവകുപ്പിലും കുറച്ചുകൂടി അതിന്റെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. പൊതുഭരണ വകുപ്പിലും കുറച്ചു പേർക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ സ്ഥിതി
മനസ്സിലാവുള്ളൂ. പക്ഷേ അല്പം കൂടി ഇന്നലത്തേക്കാൾ കുറെ കൂടി ആളുകൾക്ക് ഇന്ന് ശമ്പളം കിട്ടിയിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ട് ഇത് കൊടുത്തു തീർക്കാനാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ ഈ സർക്കാരിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അനുഭവത്തിലൂടെ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. പക്ഷേ ഇന്നലെ കിട്ടായിരുന്ന പലർക്കും ഇന്ന് കിട്ടി തുടങ്ങി എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾ ചിലപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ശമ്പളം ഇന്ന് വിതരണം ചെയ്ത് തീരും എന്നാണ് വിചാരിക്കുന്നത്. ഈ സമരം പിന്മാറും? സെക്രട്ടറി ജീവനക്കാരുടെ ശമ്പളം ക്രെഡിറ്റിൽ ഞങ്ങൾക്ക് വിനിയോഗിക്കത്തക്ക രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നതാണ്. മറ്റ് സമരരീതി തുടരും. അതായത് 50,000 ലിമിറ്റ് നിലനിൽക്കുകയാണല്ലോ, അതിനെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ തുടരും. പക്ഷേ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവസാനിക്കും. അതുതന്നെയാണ് സെക്രട്ടറി ജീവനക്കാരുടെ ശമ്പളം ഇന്നുകൊണ്ട് കൊടുത്തു തീർക്കാനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷ സമരക്കാരും പങ്കുവയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ സമരം ഇന്നലെ ആരംഭിച്ച അനിശ്ചിതകാല സമരം ഇന്ന് പിൻവലിച്ചേക്കും. അപ്പോഴും ട്രഷറി നിയന്ത്രണം അടക്കമുള്ള 50,000 രൂപ മാത്രമേ പിൻവലിക്കാനാകൂ. നിയന്ത്രണം അടക്കമുള്ളവ തുടരുകയാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വരും ദിവസങ്ങളിലും വരും ആഴ്ചകളിലുമൊക്കെ ഗുരുതരമായി തന്നെ തുടരുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നതിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. ഇന്ന് കെ മുരളീധരന്റെ ഒരു പ്രസ്താവന അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കൗതുകമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ CPM പിന്തുണച്ചാൽ BJP സ്ഥാനാർത്ഥിക്ക് ജയസാധ്യതയെന്നാണ് കോൺഗ്രസ് നേതാവ് മുരളീധരൻ സൂചിപ്പിച്ചത്. CPI മത്സരിക്കുന്ന സീറ്റുകളിലാണ് CPM BJPയെ സഹായിക്കുന്നതെന്നും മുരളി ആരോപിച്ചു. രണ്ടുപേരൊഴികെ BJP സ്ഥാനാർത്ഥികൾ എല്ലാം ദുർബലരാണ്. അവിടങ്ങളിൽ ഹോൾസെയിലായി CPMനെ സഹായിക്കുമെന്നാണ് ധാരണയെന്നും അതിന് തെളിവാണ് വടകര ചുവക്കുമെന്ന BJP നേതാവിന്റെ പ്രസ്താവനയെന്നും അദ്ദേഹം പറഞ്ഞു. 2 സീറ്റിൽ മാത്രമേ ഒരു അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളുള്ളൂ. അത് സുരേഷ് ഗോപിയും വി മുരളീധരനും. എന്നാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ചില സാധ്യതകൾ ഇവിടെ CPM ഒരുക്കി കൊടുക്കുന്നു. അതിനു പകരം ഹോൾസെയിലായിട്ട് BJPക്കാർ CPMനെ സഹായിക്കാം. ഇന്നലെ ഒരു BJP നേതാവ് വടകരയിൽ പറഞ്ഞത് വടകര ചുവക്കുന്നു. അപ്പോൾ തന്നെ പള്ളി വന്നു. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിക്കാൻ ചാൻസ് ഉള്ളത് CPI മത്സരിക്കുന്ന സ്ഥലത്താണ് അക്കൗണ്ട് തുറക്കാൻ സാധ്യത. കാരണം തൃശ്ശൂർ ഉൾപ്പെടെ എൻ്റെ സഹായം CPMന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ സുനിൽകുമാർ ആയതുകൊണ്ട് എന്തുമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമേ നോക്കണ്ടൂ. PC ജോർജ് അപ്രസക്തനെന്നും പ്രശസ്തനാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. PC ജോർജ് തനിക്ക് ഭാരമാകുമോ എന്ന് കാലം തെളിയിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നെ PC ജോർജിനായിട്ട് കൊത്താനാണോ? അപ്രസക്തനെ പ്രസക്തനാക്കാനാണ് നിങ്ങൾ നോക്കണത്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിടുന്നത് എന്താണ്? സെക്രട്ടേറിയറ്റിലേക്കുള്ള KSU മാർച്ചിൽ സംഘർഷമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ജലപീരങ്കി അടക്കം പോലീസ് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പോലീസ്. ദൃശ്യങ്ങളിലേക്ക്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് KSUവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. ജലപീരങ്കി പ്രയോഗമടക്കം ഇതിനെതിരെയുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം.
Yes!
അങ്ങോട്ട് തിരിച്ചു
എന്റെ സ്റ്റാൻഡ് കയറി നീ എടുത്തോ. ഇരിക്കുന്ന സ്ഥലം നമ്മളാണ്. നമ്മുടെ ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു കൊച്ചു മലയോര ഗ്രാമത്തിൽ നിന്നും ഒരുപാട് സ്വപ്നങ്ങളും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയുമായി ആ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് പഠിക്കുവാൻ കടന്നു ചെന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കേവലം 22 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ SFIയുടെ ലഹരി മാഫിയ ഗുണ്ടാ സംഘം അതിക്രൂരമായി റാഗ് ചെയ്തുകൊണ്ട് 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ അതിദാരുണമായി കൊന്നുകെട്ടി തൂക്കിയ സാഹചര്യം നമുക്കറിയാം. കേരളത്തിലെ കലാലയങ്ങളെ SFIയുടെ ഫാസിസ്റ്റ് കോട്ടകളായി ഏകാധിപത്യ കോട്ടകളായി മാറ്റിക്കൊണ്ട് വിദ്യാർത്ഥികളെ ആകമാനം അന്യെ കടച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ കൊന്നെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ SFIയെ പോലുള്ള മാർച്ച് ഇപ്പോൾ അക്രമാസക്തമായി. പോലീസുമായി ഒന്നും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കി അടക്കം ഉപയോഗിച്ചു. ഇപ്പോഴും പ്രവർത്തകർ അവിടെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ